ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് ഏറെ ആശങ്കയുള്ള ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. വിശ്വസിച്ച് എവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ പ്രധാന ആശങ്ക. ഇപ്പോൾ കൊച്ചിക്കാരുടെ, അതായത് കൊച്ചി കോർപ്പറേഷൻ്റെ അഭിമാന പദ്ധതിയായ സമൃദ്ധി, അതിനും ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. 4 ട്രെയിനുകളിൽ ഈ സമൃദ്ധിയുടെ ഭക്ഷണ പൊതികൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നതാണ്. ബാംഗ്ലൂർ ഇന്റർസിറ്റി, ജനശതാബ്ദി, പരശുരാമ, വേനാട് തുടങ്ങി 4 ട്രെയിനിലാണ് തുടക്കത്തിൽ ഈ ഭക്ഷണ പൊതികൾ നമുക്ക് ലഭ്യമാവുക. ഇവിടെ സമൃദ്ധി കിച്ചണിലെ HR ആണ്. നല്ല അഭിമാനം തന്നെയാണ് എനിക്കുള്ളത്. നമ്മൾ തുടങ്ങി വെച്ച സമയത്ത് കൊച്ചിൻ കോർപ്പറേഷൻ മേയറിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു സമൃദ്ധി എന്നുള്ളത്. ബിഷപ്പ് രഹിത കൊച്ചി എന്നതിൻ്റെ മുന്നോടിയായിട്ട് 10 രൂപയ്ക്ക് ആദ്യമേ ഊണ് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഇതിപ്പോൾ 14 പേരിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇതിപ്പോൾ നമുക്കിപ്പോൾ ജീവനക്കാർ 140-ൽ കൂടുതൽ ജീവനക്കാരുണ്ട്. സമൃദ്ധി തന്നെ ഇപ്പോൾ GCDയിലേക്കൊക്കെ ക്യാൻറ്റീനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. വേറെ വീണ്ടും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ക്യാൻറ്റീനായിട്ട് തുടങ്ങാനായിട്ടുള്ള പ്ലാനുണ്ട്. ഇപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടില്ല റെയിൽവേയിലേക്കൊക്കെ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ചെന്നെത്തും എന്നുള്ളൊരു ചിന്ത ഞങ്ങളുണ്ടായിട്ട് പോലുമില്ല. അതിപ്പോൾ അവിടെ എത്താൻ സാധിച്ചതിലും വളരെയേറെ അഭിമാനമുണ്ട്. ബിരിയാണി, വെജ് മീൽസ് ഉണ്ട്, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, പിന്നെ സ്നാക്സ് ഉണ്ട്, മിൽക്ക് ഉണ്ട്. ഇപ്പോൾ ട്രെയിനിൽ വരെ എത്തി നിൽക്കുകയാണ്. അത്രത്തോളം സമൃദ്ധി വളർന്നിരിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എന്തുകൊണ്ടും, ഞങ്ങൾക്കാണെങ്കിലും സ്റ്റാഫിനാണെങ്കിലും നല്ല ഇതാണ്, നമ്മുടെ സപ്പോർട്ടാണ്. സാറുമാരാണെങ്കിലും എല്ലാവരും. സമൃദ്ധിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും വീട്ടമ്മമാരാണ്. വീട്ടമ്മമാർക്ക് നിരവധി പേർക്ക് ജോലി നൽകാൻ ഈ സമൃദ്ധി പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതുപോലുള്ള ഭക്ഷണ പൊതികളിലാണ് ഇവർ പാക്ക് ചെയ്യുന്നത്. നമുക്ക് വിശ്വസിച്ച് ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. നിലവിലെ 4 ട്രെയിനുകളിലാണെങ്കിലും ഇനിയിപ്പോൾ ഭാവിയിൽ ട്രെയിനിൻ്റെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ ഇനി ട്രെയിൻ യാത്ര നമുക്ക് വിശ്വസിച്ച് നടത്താം, വിശ്വസിച്ച് ഭക്ഷണവും കഴിക്കാം. സമൃദ്ധി ഇവിടെ ഫുൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്, സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നയനം തന്നെ നമ്മുടെ ഇവിടെയുണ്ട്. സ്നേഹ, ശരിക്കും ഈ റിപ്പോർട്ട് കണ്ടപ്പോഴുണ്ടായ ഒരു ആശ്വാസം. എൻ്റെ പൊന്നോ, ഇത്രയും കാലം ട്രെയിൻ യാത്രക്കിടയിൽ ട്രെയിനിൽ നിന്നോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ഒക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു പരിഹാരമാവുക എന്ന് പറയുമ്പോൾ ആ ഫുഡൊക്കെ നമ്മൾ ട്രെയിനിൽ നിന്ന് ആശ്വാസത്തോടു കൂടി കഴിക്കുന്നതൊക്കെ മനസ്സിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. സത്യം, അത്രത്തോളം പ്രശ്നമാണ് ട്രെയിനിലെ ഫുഡ് എന്ന് പറയുന്നത്. അതിന് കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള സമൃദ്ധി പദ്ധതി വഴിയുള്ള ആഹാരം അത് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്രത്തോളം സക്സസ് ആയ ഒരു പദ്ധതിയാണ്. വലിയ പരാതികളൊന്നുമില്ലാതെ മുന്നേറുന്ന ഒരു പദ്ധതി. അത് റെയിൽവേയിലും കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പരം എന്ത് വേണം? കൊച്ചി കോർപ്പറേഷന്റെ അഭിമാന പദ്ധതിയാണ് സമൃദ്ധി എന്ന് പറയുന്നത്. അതായത് ഈ കൊച്ചി നഗരത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മേയർ അനിൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി 2021 ആരംഭിച്ചത്. ഇപ്പോൾ ഇതാ 2025 എത്തി നിൽക്കുമ്പോഴേക്കും വളരെ സക്സസ്ഫുൾ ആയി തന്നെ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുകയാണ് സമൃദ്ധിയിൽ. എപ്പോൾ ചെന്നാലും വലിയ തിരക്കാണ്. ആ തിരക്ക് തന്നെ ഈ സമൃദ്ധി ഇത്ര സക്സസ്ഫുൾ ആണ് എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ സമൃദ്ധി ട്രെയിനിലേക്കും ഇപ്പോൾ ഭക്ഷണം നൽകാൻ തുടങ്ങിയിരിക്കുന്നത്. ജൂലൈ മാസം 1-ാം തീയതി, ഈ മാസം 1-ാം തീയതിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യം 3 ട്രെയിനിലായിരുന്നു തുടങ്ങിയത്. ഇപ്പോൾ ഇതാ 4 ട്രെയിനിലേക്ക് എത്തി നിൽക്കുകയാണ്. ബാംഗ്ലൂർ ഇന്റർസിറ്റി, ജനശതാബ്ദി, പരശുരാം, വേനാട് തുടങ്ങി 4 ട്രെയിനിലേക്കാണ് ഇവർ ഭക്ഷണം വിതരണം നടത്തുന്നത്. നമ്മൾ ഈ ട്രെയിനിൻ്റെ കാര്യം, അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നതും ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഈ നമുക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് അതിലടക്കം ഈ പഴകിയ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ അടുത്തിടെ വാർത്തകളിലൊക്കെ കണ്ടതാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് 20 രൂപയ്ക്ക് മനസ്സും വയറും നിറയ്ക്കുന്ന സമൃദ്ധി. ആ കിച്ചണൊക്കെ അത്രയും വൃത്തിയോടുകൂടി തന്നെയാണ്. ആ വീട്ടമ്മമാരാണ് ഭൂരിഭാഗം ജീവനക്കാരും. ആ ജീവനക്കാർ അത്രയും സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സമൃദ്ധിയുടെ ഭക്ഷണം ഇനി ട്രെയിനിലും ലഭ്യമാകുന്നു എന്നതാണ്. നിരക്കിൻ്റെ കാര്യത്തിൽ ആർക്കും ആശയക്കുഴപ്പം വേണ്ട. സമൃദ്ധിയുടെ ഊണ് ഇവിടെ 20 രൂപയ്ക്കാണെങ്കിൽ ട്രെയിനിന് ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവും. അത് ഈ റെയിൽവേ അധികൃതർ തീരുമാനിക്കുന്നതാണ്. അതിനനുസരിച്ച് ഇവർക്ക് റെയിൽവേ അധികൃതർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ 20 രൂപയുടെ ഊണ് ആണ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ പല വെറൈറ്റി റേറ്റിലുള്ള ഊണുകൾ സമൃദ്ധിയിൽ ഉണ്ടാവും. പക്ഷേ അത് ട്രെയിനിലേക്ക് വരുമ്പോൾ വെജിറ്റേറിയൻ ഊണാണെങ്കിൽ 80-90 ആ ഒരു നിരക്കിലായിരിക്കും കൊടുക്കുക. അപ്പോൾ സമൃദ്ധിയുടെ അതേ റേറ്റ് ആയിരിക്കില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ രുചികരമായ ഭക്ഷണം നല്ല വിശ്വസിച്ച് നമുക്ക് ഇനി തൊട്ട് കഴിക്കാൻ സാധിക്കും.
യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു കാര്യം തന്നെയാണ്. സമൃദ്ധിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ, ഇനി വരുന്ന മാസങ്ങളിലൊക്കെ തന്നെ എല്ലാ ട്രെയിനുകളിലേക്കും, കേരളത്തിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളിലേക്കും തന്നെ സമൃദ്ധിയുടെ ഭക്ഷണം എത്തട്ടെ എന്ന് തന്നെയാണ്. അതെ, അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് സ്നേഹ. മനസ്സ് നിറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, മുഖം ചുളിക്കാതെ കഷ്ടപ്പെട്ടൊന്നും ട്രെയിനിൽ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടല്ലോ. അപ്പോൾ സമൃദ്ധി ഇപ്പോൾ കുറച്ച് സർവീസുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വ്യാപിച്ചു പോട്ടെ അല്ലേ? അതാണ് നമ്മൾക്കും വേണ്ടത്. അത് മാത്രമല്ല, ആ ചേച്ചിമാർ കൂടി പറഞ്ഞത് കേട്ടല്ലോ, അവരെ സംബന്ധിച്ചും അഭിമാനം, സന്തോഷവും എല്ലാം തോന്നുകയാണ്. തൊഴിലവസരങ്ങളും ഇങ്ങനെ കൂടുന്നു എന്നതുൾപ്പെടെയുള്ള സന്തോഷകരമായ കാര്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ യാത്രക്കാരൊക്കെ ഹാപ്പി ആയാലോ? ഏറെക്കുറെ ആശ്വാസമൊക്കെ വന്നല്ലോ. ശരി സ്നേഹ.